ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ഫിഷിംഗ് ചാലഞ്ചാണ് കേട്ടോ. ഞാനും ഉണ്ട്, ആദ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നമ്മൾ മീൻ പിടിക്കും. അതിൽ ഏറ്റവും കൂടുതൽ മീൻ ഇടുന്ന വ്യക്തി ജയിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫിഷിംഗ് ചാലഞ്ചിന് വേണ്ടി പോകുന്നത് നമ്മുടെ അങ്ങൊരു കുളമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു ബക്കറ്റ് കാണും, അവനൊരു ബക്കറ്റ് കാണും, എനിക്ക് 2 ചൂണ്ട് കാണും, ഇവന് 2 ചൂണ്ട് കാണും. അപ്പോൾ ഇവന് ആവശ്യമുള്ള ഇലയെല്ലാം ഇവ വെട്ടിയെടുക്കും, എനിക്ക് ആവശ്യമുള്ള ഇലയെല്ലാം ഞാൻ വെട്ടിയെടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫിഷിംഗ് ചലഞ്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ഗൈസ്, അങ്ങനെ ആദിക്കുട്ടൻ അവനുള്ള ഇര വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യം നമ്മാട്ടി കാണിച്ചോളാം. അടിപൊളി നമ്മാട്ടിയാണ് കേട്ടോ ഗൈസ്. എവിടെ വെട്ടി നോക്കും തെങ്ങിൻ്റെ കൂട്ടിൽ? ഒരേരെങ്കിലും കിട്ടുമോ? കാണിച്ചോളൂ. പക്ഷേ എൻ്റെ പൊന്നിടാവേ വലിയ ഇര ഗൈസ്. അങ്ങനെ അവനുള്ളതെല്ലാം അവൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവനുള്ള ഇരയെല്ലാം അവൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി അവൻ വെട്ടിയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഇര വെട്ടിയെടുക്കണം. നമ്മൾ രണ്ട് ടീമായിട്ടാണ് പോകുന്നത്. പറഞ്ഞോ, ഞാൻ ഓണാണ്, വീഡിയോ ഓണാണ്. പിന്നെ കിട്ടിയിരിക്കുന്നു നമ്മളെ പിന്നെ എടുത്താൽ പോകും. ഈ മാമിന് നേരെ കൊടുക്കാൻ പാടില്ല. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? ഞാൻ പറ്റിയ നമ്മാറ്റി ഇല്ല, എന്റെ നമ്മാട്ടി തരൂല. ഓ, ഇങ്ങോട്ട് എടുക്ക്. അടുത്തത് ഓടിഞ്ഞു ചുമ്മാ മീൻ പിടിക്കാൻ അതുകൊണ്ട് ചലഞ്ചിങ് ആണ്. അവനുള്ള അവൻ പിടിക്കും, എനിക്കുള്ള എനിക്ക് പിടിക്കും. ഇതാണ് നമ്മൾ മീനിന് കൊടുത്തിടാൻ പോണ സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ നൂഡിൽസ് ആയിട്ട് തിന്നാം. മാമ മോഷ്ടിക്കണം എന്റെ സ്ഥലത്ത്. എന്റെ സ്ഥലത്ത് മോഷ്ടിക്കണം. വാഴയെല്ലാം വെട്ടിക്കളക്കും. മാമ മൂടനെയാണെങ്കിൽ മാമിൻ്റെ കൂടെ പറയാൻ പാടില്ല. എടുത്തിട്ടുണ്ടേ ഗൈസ്. ഇവിടെ ഭയങ്കര മോശനം ഗൈസ്. ഞാൻ വെട്ടിയേരെ എടുത്തോണ്ട് പോകും. മാമന്റെ ഗൈസ്. അങ്ങനെ ആദ്യത്തെ നമ്മൾ കിട്ടി. എനിക്കിവിടെ നിറഞ്ഞു ഗൈസ്. ഇത് വെച്ചിട്ട് ഒരു ഉറുമ്പിനെ പിടിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇരയൊക്കെ വെട്ടി അവനുള്ള ഇര അവ എടുത്തിട്ടുണ്ട്, എനിക്കുള്ള ഇര ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി അവനുള്ള മണ്ണിര അവ എടുത്തു, എനിക്കുള്ള മണ്ണിര ഞാൻ എടുത്തു കേട്ടോ. ഇനി നമുക്ക് 2 ബക്കറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ കുളത്തിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ ആദ്യ കുട്ടൻ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ.
നമ്മളത് അപ്പുറത്ത് പോവുകയാണ്. എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ആദ്യം അവിടെ 3 മീൻ പിടിച്ചു കേട്ടോ. എൻ്റെ ബക്കറ്റിലോ ഒന്നുമില്ല ഇതുവരെ, ഇന്ന് എന്തോ കിട്ടുന്നില്ല. ആദ്യം ആമയും കൂടെ ഒന്ന് കാണിച്ചു കൊടു. അവനിത് ഒരു ആമയും കൂടെ കിട്ടി കേട്ടോ ഗൈസ്. അത് രക്ഷപ്പെടില്ലെന്ന് അറിഞ്ഞുകൂടാ. എന്തിനായാലും സംഭവം എന്തിനായാലും പൊളി തന്നെ കേട്ടോ. ഞാൻ അങ്ങിരുന്നു, തൊട്ട് ഇപ്പുറത്തിരുന്നു, ലാസ്റ്റ് ഇതോ ഇവിടെ വന്നു, നമ്മൾ നിൽക്കുന്നിടത്ത്. ഇവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് കിട്ടുമല്ലെന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ്. ചൂണ്ടിട്ടിട്ടുണ്ട്, കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ അങ്ങൊക്കെ ഇരുന്നിട്ട് തിരിച്ചിവിടെ ആദ്യയുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വന്നു. കാരണം നമ്മളിരുന്നിടത്തൊന്നും മീൻ കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ 3 മീൻ പിടിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ കിട്ടുമില്ല എന്നൊക്കെ നോക്കാം. അതേ ഗൈസ് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആദ്യമാണ് കേട്ടോ ഗൈസ്. അവനൊരു ആമ കിട്ടി, മീൻ കിട്ടി. നമ്മളിവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒന്നും ആയില്ല ഗൈസ്. നമ്മളങ്ങനെ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ്. നമുക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ഇന്നത്തെ ദിവസം മോശം, ഒന്നും പറയല്ല. ഒരു പാട്ടുണ്ടല്ലോ, കാത്തിരുന്ന നേരം മാറി പൂക്കും നേരം വരും. അതേപോലെയാണ് നമ്മൾ കാത്തിരിക്കാം, വെയിറ്റ് ചെയ്യുക, ഒന്നെങ്കിലും അടിച്ചിട്ടേ പോവുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നമ്മളോട് വേറെ ഒരു ചേട്ടൻ വന്ന കേട്ടോ. അപ്പോൾ നമ്മളെന്നൊരു ചൂണ്ട കൊടുത്തു, ചേട്ടന് മീൻ പിടിക്കുകയാണ്, എന്തായാലും ഹാപ്പി. അങ്ങനെ ഇരുന്നപ്പോഴോ ഞാനിരുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കിട്ടുമെന്നാണ് വിശ്വാസം, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങ് കാണുന്ന കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ വന്ന കേട്ടോ. നമ്മളിവിടെ ആദ്യം ഒരു ആവശ്യമായിട്ട് ഇപ്പോൾ പോയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് വീഡിയോ എൻഡിങ് പറയുകയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഈ കാണുന്നതാണ് ആദ്യം പിടിച്ച മീൻ കേട്ടോ. മീൻ മാത്രമല്ല, അവനൊരു ആമയും കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് ഞാൻ പിടിച്ച മീൻ കാണിച്ചു തരാം. ഞാൻ പിടിച്ച ഇത്രയാണ് കേട്ടോ. അതിൽ ഒരു വലുത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പിടിച്ച മീനിലുള്ള ഏറ്റവും വലുത്. അവൻ പിടിച്ച മീനിലുള്ള ഏറ്റവും വലുത് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 2 മീനൊന്ന് ഫ്രൈ ചെയ്യാൻ പരുവമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയ മീൻ, ഇതാണ് നമുക്ക് കിട്ടിയ ആമ. കണ്ടോ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയ ആമ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും സന്തോഷം. അപ്പോൾ ഇതിലെ വിന്നറായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും ആദ്യം തന്നെ കേട്ടോ. വലിപ്പം നോക്കുന്നില്ല, മീനിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആദ്യക്ക് തന്നെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ആദ്യമാണ് കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പിടിച്ച മീൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ചലഞ്ചിങ് വീഡിയോ ആണ്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ അല്പ സാഹചര്യങ്ങൾ കുറവ് കാരണമാണ് ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പുകൾ കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്ത് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമെന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ആ ചലഞ്ച് നമ്മൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.